ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോ വെച്ചു. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSC ഈ അടുത്ത് തിരുവനന്തപുരം 2 ദിവസങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരം നടത്തിയ LDC പരീക്ഷയുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ, അനുബന്ധ വസ്തുതകൾ, ഇതിനു മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങളിലൂടെ 2024 LDC എക്സാമിന് ഒരു ഒരുക്കം നടത്തുകയാണ് നമ്മൾ. ഓക്കെ, ഇപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന മേഖലകൾ ഏതാണ്, അതെങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാം, ആ വസ്തുതകൾ ഏതെല്ലാമാണെന്ന് പറയുന്ന ഒരു പങ്ക്തിയാണ്. നമുക്ക് മറ്റു പല പങ്ക്തികളുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് അതിലെ ഒരു ചോദ്യം, ഇതിനു മുമ്പ് നമ്മൾ 7 ചോദ്യങ്ങൾ ചെയ്തു, 6 ചോദ്യങ്ങൾ ചെയ്തു. ഈ 6 ചോദ്യങ്ങളും നമുക്ക് മനസ്സിലായി എവിടെ നിന്ന് വന്നതാണ്, അത് മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് വന്നതാണ്. ഇനി ഈ ചോദ്യം എടുക്കാം. ഈ ചോദ്യം ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ടതാണ്. ഇതെവിടെ നിന്ന് വന്നതാണ്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയ ഒരാൾക്ക് ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. പലതവണ മുൻകാല ചോദ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ്. ഈ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെങ്കിൽ ഉടൻ പോയി എടുത്തു നോക്കേണ്ടത് ആ ഒന്നുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്. ആ ഓപ്ഷനൊക്കെ ടിക്ക് ചെയ്തു. അപ്പോൾ ഈ 2 ഓപ്ഷന് വേണ്ടുള്ളൂ. ഇനി ബിയും സിയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം ശരിയാണെന്നോ അതല്ലെങ്കിൽ 1ഉം 4ഉം ശരിയാണെന്നോ എന്നുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പം 4ാമത്തെ നമ്മൾ നോക്കി, ഉടൻ 4ാമത്തെ പ്രസ്താവനയിലേക്ക് നോക്കി, അതും ശരിയാണ്. ഗുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. കറക്റ്റാ? അപ്പോൾ 1ഉം 4ഉം മാത്രം ശരി എന്നുള്ളിടത്ത് വേണമെങ്കിലാവാം, അല്ലെങ്കിൽ 1ഉം 2ഉം 3ഉം 4ഉം ശരി എന്നുള്ളിടത്താവാം. ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത് 1987 അതും കറക്റ്റാണ്, അതിൽ മാറ്റമില്ല. 1988 ജനുവരി 20 അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു 1987 എന്ന് പറയുന്നത് ശരിയാണ്. PSC മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1988 ജനുവരി 20 അന്തരിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളെങ്കിൽ പോലും ഈ 3 മുൻകാല ചോദ്യങ്ങളിൽ വന്നാണ്. അത് വെച്ചിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ശരിയാവുള്ളൂ. അതുകൊണ്ട് D ആണ് അവിടെ ശരിയായ ഉത്തരം. എന്ന് പറഞ്ഞാൽ ഈ 8ാമത്തെ ചോദ്യവും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ച ഒരാളുടെ കയ്യിലായി. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം ഭാരതരത്നയെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഭാരതരത്ന ലഭിച്ച ആളുകൾ, അവർക്ക് ഭാരതരത്ന ലഭിച്ച വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട ആളുകളുടെ PSC മുൻകാലങ്ങളിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ അവരുടെ വിശേഷങ്ങളും ഭാരതരത്ന ലഭിച്ചവരുടെ വിശേഷണങ്ങളും നമുക്ക് പഠിക്കാം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഒരു ഏകദേശ ധാരണ ഉണ്ടാവും, നമ്മുടെ സ്കോർ ഇങ്ങോട്ട് പോരും. അതാണ് ആ ചോദ്യത്തിൻ്റെ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഭാരതരത്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡാണ്. ആദ്യം ഭാരതരത്നയെ കുറിച്ച് പഠിക്കാം, പിന്നീട് നമുക്ക് വിശദമായി ഭാരതരത്ന ലഭിച്ച ആളുകളിലേക്ക് പോകാം. 2024 ഭാരതരത്ന പുരസ്കാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. 5 ആളുകൾക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, 2 പ്രധാനമന്ത്രിമാർക്ക്, ഒരു ഉപപ്രധാനമന്ത്രി LK അദ്വാനി. ഇപ്പം 2 പ്രധാനമന്ത്രിമാർ, നരസിംഹറാവു അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗ്, മറ്റൊന്ന് LK അദ്വാനി, മറ്റൊന്ന് മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ, അതുപോലെ തന്നെ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. ഇവർക്കൊക്കെ ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് 2024. അപ്പോൾ 5 പേർക്ക് ഭാരതരത്ന ലഭിച്ചു. 2 പ്രധാനമന്ത്രിമാർ PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, അതുപോലെ തന്നെ ഉപപ്രധാനമന്ത്രി LK അദ്വാനി, മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ, അതുകൂടാതെ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. 2024 പ്രത്യേകത എന്താ? ഈ ഭാരതരത്ന ബഹുമതികൾ ഏറ്റവും കൂടുതൽ ലഭിച്ചത് 2024. ഓർത്തു വയ്ക്കുക, ഏറ്റവും കൂടുതൽ, ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഭാരതരത്ന പുരസ്കാരം നൽകിയത് 2024 5 പേർക്ക്. മരണാനന്തര ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 17ാമത്തെ വ്യക്തിയാണ് മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ. ഇപ്പം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ്, ജ്വൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ശാസ്ത്രം, കല, സാഹിത്യം, പൊതുസേവനം, ഉന്നത പൊതുസേവനം, കായിക രംഗത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, ഇതിനൊക്കെ തന്നെ ഭാരതരത്ന നൽകിയിട്ടുണ്ട്. മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യം ഭാരതരത്ന കൊടുക്കാൻ പറ്റിയുമായിരുന്നില്ല. പിന്നീട് 1966 ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയപ്പോൾ മരണാനന്തര ബഹുമതിയായും ഭാരതരത്ന കൊടുക്കാമെന്നായി. 1954 ജനുവരി 2 രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ്, മുൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ് ഭാരതരത്ന സ്ഥാപിക്കുന്നത്.
1954 ചട്ടത്തിൽ ഇത് ഉണ്ടായിരുന്നില്ലെങ്കിലും മരണാനന്തര ബഹുമതിയായി കൊടുക്കാമെന്നുണ്ടായിരുന്നില്ലെങ്കിലും 1966 മരണാനന്തര ബഹുമതിയായി കൊടുക്കാമെന്നും ഇളവ് വരുത്തി. 1954 ജനുവരി 2 ഇത് സ്ഥാപിക്കപ്പെട്ടു. 1954 സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സർ സി വി രാമൻ, ചക്രവർത്തി രാജഗോപാലാചാരി, സി രാജഗോപാലാചാരി എന്ന 3 പേർക്കാണ് 1954 ഭാരതരത്ന ലഭിക്കുന്നത്. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരവും ഏറ്റവും പ്രായം കുറഞ്ഞ ആളും സച്ചിൻ ടെണ്ടുൽക്കറാണ്. വെങ്കലത്തിലാണ് മെഡൽ. പൈപ്പൽ മരത്തിന്റെ ഇല പോലെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നടുവിൽ സൂര്യാതാപം എന്ത് ചെയ്തിട്ടുണ്ട്? ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിന് കീഴിൽ ഭാരതരത്നം മുദ്രണം ചെയ്തിട്ടുണ്ട്. പിറകിലായി എന്തുണ്ട് പറയുക, ഇന്ത്യൻ ചിഹ്നം എംബോസ് ചെയ്തിട്ടുണ്ട്. സത്യമേവ ജയതേ എന്ന് ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ വെള്ള റിബൺ ഉപയോഗിച്ചാണ് ഇത് അണിയാറ്. പുരസ്കാരം പണമായി നൽകില്ല. ഓർത്തു വയ്ക്കുക, പുരസ്കാരം പണമായി നൽകില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടി ഓർത്തു വയ്ക്കുക. 1992 സുഭാഷ് ചന്ദ്രബോസിന് ഭാരതരത്നം നൽകാൻ തീരുമാനിച്ചു. 1992 സുഭാഷ് ചന്ദ്രബോസിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അത് നിരസിച്ചു. ഇതൊരു വിവാദമായിരുന്നു. കാരണം അദ്ദേഹം മരിച്ചതിന് തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അത് തിരസ്കരിച്ചു. 1954 അപ്പം നമുക്കറിയാം രാജഗോപാലാചാരി, സർവേപ്പള്ളി രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ സി വി രാമനുമൊപ്പം ഈ ബഹുമതി പങ്കിടുന്നുണ്ട്. ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ആരായിരുന്നു? ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആയിരുന്നു രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ, ഇന്ത്യക്കാരനായ അവസാനത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്ന് പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം അല്ലേ, നമുക്കറിയാം പ്ലാസി യുദ്ധം 1757. അങ്ങനെ ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ ആരംഭിക്കുന്നു. പിന്നീട് ഒരു ഗവർണർ ജനറൽ ഉണ്ടായി മാറുന്നു. ആ ഗവർണർ ജനറൽ പിന്നീട് കുറേ കാലത്തിന് ശേഷം വൈസ്രോയി ആയിട്ട് മാറുന്നു. പിന്നീട് ഇന്ത്യക്ക് സ്വതന്ത്രമാകുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അദ്ദേഹം ഗവർണർ ജനറലായിട്ട് തുടരുന്നു. വൈസ്രോയി ഗവർണർ ജനറലായി മാറി ഗവർണർ ജനറലായി തുടരുന്നു. മൗണ്ട് ബാറ്റന് ശേഷം ഒരു ഗവർണർ ജനറൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വരുന്നു. അത് സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറലും ആരാണെന്ന് ചോദിച്ചാൽ അത് സി രാജഗോപാലാചാരിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ, അവസാനത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാലും അത് രാജഗോപാലാചാരിയാണ്. രാജാജി, CR എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയാണ് ഭാരതരത്നം. 1954 സർവേപ്പള്ളി രാധാകൃഷ്ണനും അതുപോലെ തന്നെ സി വി രാമനുമൊപ്പം പങ്കിടുന്നു. അപ്പൊ ഇന്ത്യയിൽ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് ചോദിച്ചാൽ അത് സി രാജഗോപാലാചാരിയാണ്. മഹാത്മാഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. PSC ചോദിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ്. രാജാജിയോടൊപ്പം തന്നെ 1954 ഭാരതരത്നം ലഭിച്ച ആളാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ബഹുമുഖ പ്രതിഭയാണ്, തത്വചിന്തകനാണ്, അധ്യാപകനാണെന്നുള്ള കാര്യം മറക്കല്ലേ, പ്രധാനപ്പെട്ടതാണ്, ഞാൻ പിന്നീട് പറയാം. എഴുത്തുകാരനാണ്, രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ്. കൊല്ലമൊന്ന് ഓർത്തു വയ്ക്കുക. 1952 മുതൽ 1962 വരെ ചോദിച്ചിട്ടുണ്ട്. എളുപ്പമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ്. 50 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അതോടുകൂടിയാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും വരുന്നത്. 1950 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്നു. പക്ഷെ 52 ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വരുന്നത്. അത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി S രാധാകൃഷ്ണനാണ്. 1952 മുതൽ തുടർന്ന് 10 വർഷക്കാലം 1962 വരെ അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നു. അതേസമയം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയുടെ കാലയളവ് 1950 മുതൽ 1962 വരെയാണ്. അത് ഡോക്ടർ S രാജേന്ദ്ര പ്രസാദാണ്. ഈ കൊല്ലങ്ങളൊക്കെ എങ്ങനെ ഓർത്തു വയ്ക്കും? പല വഴികളുണ്ട്. അതിലൊരു വഴി ഞാൻ എളുപ്പം പറഞ്ഞുതരാം. ഇതൊക്കെ ചെറിയ ചെറിയ പേപ്പറുകളിലായിട്ട് ഈ ഓരോരുത്തരുടെയും വിശേഷം എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പാചകം ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ റിട്രീവ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓർമ്മയിൽ ഇത് പേപ്പർ നോക്കാതെ
ഇപ്പോൾ കുളിക്കുമ്പോൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല, മറ്റെല്ലാ സന്ദർഭങ്ങളിലും വേണമെങ്കിൽ ഒരു സ്ലൈറ്റിൽ ഇങ്ങനെ എഴുതി വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള സാധനവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ അതിശയിക്കും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ പോകും. അല്ലാതെ കാണാപ്പാടം പഠിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ മെമ്മറി പാലസോ നമ്പർ പെഗ്, അങ്ങനെ ഒരുപാട് വിദ്യകളുണ്ട്. നമ്മുടെ കോഴ്സുകളിലൊക്കെ നമ്മൾ ഓരോ സന്ദർഭത്തിലും ഇത് നിങ്ങളെ വിശദമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കോഴ്സിന് ഇപ്പോൾ 3500 രൂപ മാത്രമേ ഉള്ളൂ. 2-3 മാസത്തേക്കായിട്ട് ജോയിൻ ചെയ്യേണ്ട. ഒരു വർഷത്തേക്ക് ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ, ഈ വർഷം തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ, എങ്കിൽ പോലും ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ എന്നുള്ള ലക്ഷ്യവുമിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 3500 രൂപയ്ക്ക് നിങ്ങളുടെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യുന്ന, ഇതിൻ്റെ എല്ലാ സ്ട്രാറ്റജീസും പറയുന്ന, മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എക്സാമുകളും കൃത്യമായ മൊഡ്യൂളുകളും ഇൻഡിവിജ്വൽ ലേണിംഗ് പ്ലാനുമുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാം. ഇതിൻ്റെയൊക്കെ PDF നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇതുവരെ എടുത്ത ക്ലാസ്സുകളുടെ PDF ഞാൻ ഷെയർ ചെയ്യും. അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള എക്സാമുകൾ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് വെച്ചുകൊണ്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ഓൺലൈൻ എക്സാമുകൾ. ഇപ്പം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്, എസ് രാധാകൃഷ്ണനാണ്. 1952 മുതൽ 62 വരെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. 1962 മുതൽ 67 വരെ തുടർന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. ഹിന്ദുമത ചിന്തകനായിരുന്നു. ഇന്ത്യയെ ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും പ്രതിനിധീകരിച്ചു. നിരവധി സർവകലാശാലകളിൽ അധ്യാപകനായിരുന്നു. അതാണ് അധ്യാപകനാണെന്ന കാര്യം ഓർക്കാൻ. എന്താ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എന്തായിട്ട് ആഘോഷിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. മറന്നു പോകണ്ട. അന്തർദേശീയ അധ്യാപക ദിനം ഒക്ടോബർ 5 ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5 സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ലോക്സഭയുടെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം, സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷനോ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാവുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാകുമ്പോൾ രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രണ്ടാമത്തെ രാഷ്ട്രപതിയുമാണ്. പക്ഷേ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതുകൊണ്ട് രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ, ആദ്യത്തെ ചെയർമാൻ എന്നറിയപ്പെടുന്നതല്ല, ആദ്യത്തെ ചെയർമാൻ ഏതാരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന് 1954 ഭാരതരത്നം ലഭിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഭാരതരത്നം ലഭിച്ച മറ്റൊരാളാണ് CV രാമൻ. നോബൽ സമ്മാന ജേതാവാണ് ഭൗതിക ശാസ്ത്രത്തിന്. 1930 അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ആ കൊല്ലം ഒന്ന് ഓർത്തു വെക്കാം. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ആ 30 ഭൗതികത്തിൽ ബായിൽ എന്തുണ്ട്? ഏഷ്യയിലെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവാണ്. ഏഷ്യയിലെ അതുകൊണ്ട് തന്നെ ആ കൊല്ലം ഓർത്തു വെക്കണം. 1930 ചോദിച്ചിട്ടുണ്ട്. അവിടെ നോക്കുക, ഭൗതികം എന്നുള്ളതിലെ ബാലൊരു 3 ഉണ്ടല്ലോ. ഭൗതികത്തിലെ അവസാനത്തിൽ ഭൗതികം എന്നെഴുതുമ്പോ അവസാനത്തിൽ ഒരു മുറുക്കവും ഉണ്ടല്ലോ. ഈ 3 മുറുക്കവും കൂടി ഓർത്തു വെച്ചാൽ 30 ആയില്ലേ? ഇങ്ങനെ കണക്റ്റഡ് ഫാക്ട്സ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1930 ഒരു ബന്ധവുമില്ല, പക്ഷെ നമുക്ക് ഓർത്തു വെക്കാൻ 1930 CV രാമന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ 1930 ഓർത്തു വെക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കൊല്ലം ഓർത്തു വെക്കേണ്ടത് 1928 ഫെബ്രുവരി 28 അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം രാമൻ ഇഫക്റ്റ്. 1928 ഫെബ്രുവരി 28 ആ ഫെബ്രുവരി 28 ഇന്ത്യയിലെ ദേശീയ ശാസ്ത്ര ദിനമാണ്. 1928 ഫെബ്രുവരി 28 ഓർത്തു വയ്ക്കാൻ വല്ല പ്രശ്നമുണ്ടോ? CV രാമനാണ്. ഫെബ്രുവരി മാസത്തിൽ 28 ദിവസമേ ഉള്ളൂ. അതേ കൊല്ലം തന്നെയാണ്. ആ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. അപ്പൊ ഭാരതരത്നം ലഭിച്ചു 1954. 1930 ഭൗതിക ശാസ്ത്രത്തിന് ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിക്കുന്ന ആള്. അതിൻ്റെ തൊട്ടു മുന്നത്തെ കൊല്ലം 1929 നൈറ്റ്ഹുഡ്, 1924 റോയൽ സൊസൈറ്റി അംഗത്വം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിന്റെ സ്ഥാപകനാണ്. മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള യാത്രയിലാണ് ഈ രാമൻ ഇഫക്റ്റിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനെ കുറിച്ചുള്ള പ്രേരണ ലഭിക്കുന്നത്. രാമൻ ഇഫക്റ്റ് പ്രകാശത്തിന്റെ വിസരണം സംബന്ധിച്ച പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ്. പ്രകാശത്തിന്റെ വിസരണം. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാമന്റെ സ്വപ്ന പദ്ധതിയാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. 1928 ഫെബ്രുവരി 28 രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്ക്. 1955
നോബൽ പ്രൈസ് ജേതാവായ ഒരാളാണ് എം വിശ്വേശ്വരയ്യ. ആധുനിക മൈസൂരിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ചോദിച്ചിട്ടുണ്ട്, ആധുനിക മൈസൂരിന്റെ ശില്പി ആരാണ്? കൃഷ്ണരാജസാഗർ അണക്കെട്ട്, ഭദ്രാവതി ഇരുമ്പ് ഉരുക്ക് വർക്ക്സ് തുടങ്ങിയ നിർമ്മാണങ്ങളുടെ പ്രശസ്തൻ. ആധുനിക മൈസൂരിന്റെ ശില്പി എന്ന് പറഞ്ഞാൽ മൈസൂർ സംസ്ഥാനത്തിന്റെ ദിവാനായിരുന്നു. ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. 1955 ഭാരതരത്ന ലഭിക്കുന്നത്. വിശ്വേശ്വരയ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ഇതൊക്കെ സ്ഥാപിക്കുന്നത് അദ്ദേഹമാണ്. ആധുനിക മൈസൂരിന്റെ ശില്പിയാണ്, മൈസൂരിന്റെ ദിവാനായിരുന്നു. പക്ഷേ ഇതിലൊക്കെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. പലതവണ ചോദിച്ചതാണ്. പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആ ഗ്രന്ഥകർത്താവ് ആരാണ്? വിശ്വേശ്വരയ്യ. അത് ഈ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് ഒരു സാമ്പത്തിക ആസൂത്രണത്തിനുള്ള പദ്ധതി അവതരിപ്പിച്ച പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്തെന്ന് പറയാറുണ്ട്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്നും ഇദ്ദേഹം അറിയപ്പെടാറുണ്ട്. ഓർത്തു വെക്കണം. ഇദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ശ്രീലങ്ക, ടാൻസാനിയ, ഇന്ത്യ എന്നിവിടങ്ങളിൽ സെപ്റ്റംബർ 15 അദ്ദേഹത്തിന്റെ ജന്മദിനം എഞ്ചിനീയറിംഗ് ദിനമായി ആഘോഷിക്കുന്നു. ബാംഗ്ലൂരിലെ വിധാന സൗധയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് ആണ്. മൈസൂർ സംസ്ഥാനത്തിന്റെ ദിവാനായിരുന്നു. ആധുനിക മൈസൂരിന്റെ ശില്പിയാണ്. പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അടുത്തത് ഗോവിന്ദ വല്ലഭ് പന്താണ്. ഗോവിന്ദ വല്ലഭ് പന്ത് ഉത്തർപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി. ഇത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഗോവിന്ദ വല്ലഭ് പന്താണ്. ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 1957 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നുണ്ട്? ഭാരതരത്ന ലഭിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മുഴുവൻ ആളുകളെയും ഞാൻ പറഞ്ഞില്ല. ഞാൻ കുറച്ച് PSC ചോദിച്ച മാതൃക അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ആളുകളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ 1950 മുതൽ 1962 വരെ ഓർക്കണ്ട. 1952 മുതൽ 62 വരെ അദ്ദേഹത്തോടൊപ്പം ഉപരാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ S രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് 1954 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1962 മുതൽ 67 വരെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ S രാധാകൃഷ്ണൻ തന്നെ. പക്ഷേ ഇദ്ദേഹം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭ. ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. നമുക്കറിയാം 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു. ഒരു റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവൻ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഭരണത്തലവനാകുന്ന സംവിധാനമാണ്. അതാണ് രാഷ്ട്രപതി. ആ രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. നമുക്ക് രാഷ്ട്രപതി ഉണ്ടാകുന്നു. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് മാറുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഓർത്തു വെക്കണം, ഇന്ത്യ ഡിവൈഡഡ്. ഇന്ത്യ ഡിവൈഡഡ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. 1962 തന്നെയാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ അപരനാമം ബീഹാർ ഗാന്ധി എന്നുകൂടിയുണ്ട്. ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിക്ക്. അപ്പൊ ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിക്ക് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിക്ക് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായ സക്കീർ ഹുസൈനും ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപകനാണ്. അലിഗഡ് സർവകലാശാലയുടെ സ്ഥാപകനാണ്. 1963 മൂന്നാമത്തെ രാഷ്ട്രപതിക്ക് ഭാരതരത്ന ലഭിക്കുന്നത്. രണ്ടാമത്തെ രാഷ്ട്രപതിക്ക് 1962, മൂന്നാമത്തെ രാഷ്ട്രപതിക്ക് 1963. കൊല്ലം ഓർത്തു വയ്ക്കാൻ എന്ത് ബുദ്ധിമുട്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നൽ പറഞ്ഞു. പക്ഷെ ഇവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. ഉസ്താദ് സക്കീർ ഹുസൈൻ ഉണ്ട്, അത് മാറിപ്പോകരുത്. തബല വിദ്വാനാണ്. ഉസ്താദ് സക്കീർ ഹുസൈൻ തബല വിദ്വാനാണ്. അതുമായി ഡോക്ടർ സക്കീർ ഹുസൈനെ മാറിപ്പോകരുത്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. 1966 ഇദ്ദേഹം മരിക്കുന്നത്, മറന്നുപോകരുത്. 1966 ഇദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ വെച്ചൊരു വിമാനാപകടത്തിൽ വെച്ചാണ് മരിക്കുന്നത്. താഷ്കന്റ് കരാർ ഒപ്പിട്ടത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സമാധാന കരാർ. മിനിസ്റ്റർ ഓഫ് പീസ് എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം അപരനാമമുണ്ട് അദ്ദേഹത്തിന്. നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാരിൽ മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി.
1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അദ്ദേഹം വിജയം കൈവരിച്ചു. പണ്ടൊക്കെ PSC പലതവണ ചോദിച്ചിരുന്നതായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമാണ്. ഹരിത വിപ്ലവം അതിന് നേതൃത്വം നൽകി. ഹിന്ദി അല്ലാത്ത സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ, ഹിന്ദി സംസാര ഭാഷയല്ലാത്ത സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ശ്രമിച്ചു. താഷ്കന്റ് കരാർ, ഉസ്ബെക്കിസ്ഥാൻ താഷ്കന്റ് അവിടെ വെച്ച് അന്തരിക്കുന്നു. താഷ്കന്റ് കരാർ അദ്ദേഹത്തിൻ്റെതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനത്തിനായി ഒപ്പുവെച്ചു. മിനിസ്റ്റർ ഓഫ് പീസ് എന്നറിയപ്പെടുന്നു. നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മുസൂറി, IAS-കാരുടെയൊക്കെ വളരെ പ്രസിദ്ധമായ പരിശീലന കേന്ദ്രമാണ്. ഇത് അദ്ദേഹത്തിന്റെ പേരിലാണ്. മുസൂറിയിലുള്ള നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിക്കും ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിരുന്നു, മറന്നുകൊണ്ട. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണെങ്കിൽ കാലത്താണെങ്കിൽ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ജയ് ജവാൻ ജയ് കിസാൻ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്താവനയാണെങ്കിൽ ഗരീബി ഹടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഗരീബി ഹടാവോ എന്നുള്ള മുദ്രാവാക്യം, ഇതൊക്കെ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. 1969 14 പ്രധാന ബാങ്കുകളെ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പലതവണ ചോദിച്ചിട്ടുണ്ട്. 1975 അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. 1984 സുവർണ ക്ഷേത്രത്തിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അതിലുള്ള പകയാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ വധത്തിൽ കലാശിക്കുന്നത്. 1984 സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഇരുമ്പ് വനിത, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ചോദിച്ചിട്ടുണ്ട്. ഭക്ഷ്യധാന്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ആണവ പരീക്ഷണത്തിന് പൊക്രാനിൽ, രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് 1974 നേതൃത്വം നൽകി. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ഇതിന്റെ സീക്രട്ട് കോഡ്. ബുദ്ധൻ ചിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം പൊക്രാനിൽ. ആര് പ്രധാനമന്ത്രിയായ കാലത്ത്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലത്ത്, കൊല്ലം 1974. എല്ലാം തന്നെ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതാരാ? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. സിഖുകാരിൽ ഒരു വലിയ വിഘടനവാദികളിൽ വലിയ ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ തന്നെ 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയെ വധിച്ചു. മറ്റൊരു പ്രധാന പേരാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, മദർ തെരേസ. 1910 മുതൽ 1997 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലല്ല ജനിച്ചത്. ആഗ്നസ് ഗോൺക്ലേവ് ബൊയാക്സിയ എന്ന പേരിൽ 1910 ഓഗസ്റ്റ് 26 ഓട്ടോമൻ സാമ്രാജ്യത്തിലെ സ്കോപ്ജെയിൽ, ഇപ്പോഴത്തെ വടക്കൻ മാസിഡോണിയയിലെ സ്കോപ്ജെയിലാണ് ജനനം. അവരുമായി ബന്ധപ്പെട്ട് പലതവണ ചോദിച്ച ചോദ്യമാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി ആരുടെ സംഘടനയാണ്? സന്യാസിനി സഭയുടെ സ്ഥാപക മിഷണറീസ് ഓഫ് ചാരിറ്റി, അത് മദർ തെരേസയുടെ സ്ഥാപനമാണ്. അവർ സ്ഥാപിച്ചതാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. അനാഥരെയും മരിക്കുന്നവരെയും പരിചരിച്ചു. കൊൽക്കത്തയിൽ കുഷ്ഠരോഗികൾക്കായി ആശുപത്രികളും പുനരധിവാസ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു. എയ്ഡ്സ് രോഗികളെ പരിചരിക്കുന്നതിനായിട്ട്. കുഷ്ഠം, എയ്ഡ്സ് ഒക്കെ ഓർത്തു വയ്ക്കുക. ആ രോഗികൾക്കൊക്കെ പരിചരണം. കൊൽക്കത്ത, മദർ തെരേസ, മിഷണറീസ് ഓഫ് ചാരിറ്റീസ്. 1979 നോബൽ സമ്മാനം, 80 ഭാരതരത്ന. അമ്മയല്ലേ? അമ്മേനെ ഓർത്തു വെക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, 8 അമ്മയെ പോലല്ലേ? അമ്മയാണ്. മുടിയൊക്കെ ഉള്ളൊരു 8 കണ്ടുവോ? അമ്മയാണ്. അമ്മയുടെ മടിയിൽ ഒരു കുട്ടി. കുഷ്ഠരോഗികളും ഒക്കെ, അവർക്ക് മുതിർന്നവരും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും അവരുടെ മക്കളായിരുന്നു. 1980 ഭാരതരത്നം. തൊട്ടുപിറകിലുള്ള വർഷം 1979 നോബൽ സമ്മാനം. 2016 കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 18-ാം വയസ്സിലാണ് അയർലൻഡിലേക്ക് പോകുന്നത്. അയർലൻഡിൽ നിന്നാണ് പിന്നീട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ലോകമെമ്പാടും 133 രാജ്യങ്ങളിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി, അതിന്റെ മിഷണറീസ്. ചാരിറ്റിയുടെ കാര്യത്തിൽ മദർ തെരേസ അല്ലാതെ വേറെ ആരുണ്ട് നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന ആൾ? ലോകമെമ്പാടുമുള്ള ദരിദ്രരെയും അവശരെയും സഹായിക്കുന്നതിനായി നിരവധി യാത്രകൾ നടത്തി. നോബൽ സമ്മാനം കിട്ടിയ മറ്റൊരാളാണ് ആചാര്യ വിനോബാ ഭാവെ. ആചാര്യ വിനോബാ ഭാവെയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഭൂദാൻ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഗാന്ധിയൻ തത്വചിന്തകനാണ്. 44 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഭൂസ്വാമികളിൽ നിന്ന്
ഭൂമി കൈവശമുള്ള വലിയ ജന്മിമാരിൽ നിന്ന് 44 ലക്ഷം ഏക്കർ ഭൂമിയാണ് സാധാരണക്കാർക്ക് വേണ്ടി കൊടുത്തത്. ഭൂദാൻ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തവനൂരിൽ ഭൂദാന പ്രസ്ഥാനം കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗ്രാമസ്വരാജ്, ഗ്രാമങ്ങളുടെ സ്വയംഭരണത്തിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. സർവോദയ, എല്ലാവരുടെയും ഉന്നമനത്തിനായിട്ടുള്ള തത്വചിന്ത പ്രചരിപ്പിച്ചു. ഭഗവത്ഗീതയ്ക്ക് ലളിതമായ വ്യാഖ്യാനം എഴുതി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം, ആത്മീയ നേതാവ്, ഭാഷാ പണ്ഡിതൻ, ഇതൊക്കെയായിരുന്നു. മറാഠിയിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മാഗ്സാസെ, രമൻ മാഗ്സാസെ അവാർഡ് കിട്ടിയിട്ടുണ്ട് 1958. 1983 ഭാരതരത്നം ആർക്ക്? ആചാര്യ വിനോബ ഭാവയ്ക്ക്. 80 മദർ തെരേസയ്ക്ക്, 83 ആർക്ക്? ആചാര്യ വിനോബ ഭാവയ്ക്ക്. ആധുനിക ഇന്ത്യയുടെ ഋഷി, ഇതാണ് അപരനാമം. ഓക്കെ, അടുത്തതാണ് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. പാശ്ചാത്യ എന്നില്ല കേട്ടോ, പാശ്ചാത്യ എന്നൊന്നും വേണ്ട, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇന്നത്തെ പാകിസ്ഥാൻ അവിടെയാണ്. അദ്ദേഹം അവിടെയായിരുന്നു. അവിഭക്ത ഇന്ത്യയിലും അവിടെയായിരുന്നു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഖുദായി ഖിദ്മത്ഗാർ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പഷ്തൂൺ നേതാവാണ്, പഷ്തൂൺകാരുടെ നേതാവാണ്. അഹിംസാ പ്രസ്ഥാനം, ഖുദായി ഖിദ്മത്ഗാർ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ അഹിംസാ പോരാട്ടം ഗാന്ധിയുടെ വഴിയിൽ നയിച്ചു. പഷ്തൂൺ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. ഗാന്ധിയും അങ്ങനെയാണല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോൾ തന്നെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും സമൂഹത്തിലെ ഇന്ത്യക്കാരുടെ ആഭ്യന്തരവും അതുപോലെ തന്നെ ബാഹ്യവുമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മൾ തന്നെ ഒരുപാട് അയിത്തം അനാചാരങ്ങൾ തുടങ്ങിയതിൽ അടിമയാണ്. അതിനെതിരെയൊക്കെയുള്ള സമരം ഗാന്ധിയുടെ സമരത്തിലുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമുള്ള സമരമല്ല. ഇതന്നെയായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെയും രീതി. അതുകൊണ്ടാണ് അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഈ ഗാന്ധിയന്മാരാണ്. ബീഹാറിലെത്തുമ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആവും. കേരളത്തിലെത്തുമ്പോൾ കേരള ഗാന്ധിയായി മാറും. നമ്മുടെ പാകിസ്ഥാനിലെത്തുമ്പോൾ അത് അതിർത്തി ഗാന്ധിയായി മാറും. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ജീവിതകാലം മുഴുവൻ അഹിംസയിൽ വിശ്വസിച്ചു. വിഭജന വിരുദ്ധ നിലപാടായിരുന്നു. പാകിസ്ഥാനിലാണ്, ഇന്നത്തെ പാകിസ്ഥാനിലാണ് ജനനം. വിഭജനത്തിനെ എതിർത്തു. പക്ഷെ വിഭജനത്തിൽ അദ്ദേഹത്തിന്റെയും ഗാന്ധിയുടെയും അഭിപ്രായമില്ലാതെ തന്നെ വിഭജനം നടന്നു. പിന്നെ അവിടെ തന്നെ ജീവിച്ചു. 1987 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു. 1988 ജനുവരി 20 അന്തരിച്ചു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ, കുറച്ച് വൈകിയിട്ടാണെങ്കിലും അംബേദ്കറിനും ഭാരതരത്നം കിട്ടുകയാണ്. ഭരണഘടനയുടെ ശില്പിയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്, അല്ലേ? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്, ദളിത് നേതാവാണ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സഭയുടെ അധ്യക്ഷൻ, കരട് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി, അയിത്തോച്ചാടനം, സ്ത്രീകൾക്കും തൊഴിലാളികൾക്കുമുള്ള അവകാശങ്ങൾ എന്നിവയ്ക്കായി നിയമനിർമ്മാണം നടത്തി. ഹിന്ദുമതത്തിലെ ജാതി വിവേചനത്തിൽ മനമെടുത്ത് ബുദ്ധമതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഹിന്ദുമതത്തിലെ ജാതി വിവേചനത്തിൽ മനമെടുത്ത് ബുദ്ധമതം സ്വീകരിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അംബേദ്കറാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. 1990 ഭാരതരത്നം ലഭിക്കുന്നത്. ബാബ എന്ന പേരിൽ, ബാബാ സാഹേബ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു ഡോക്ടർ അംബേദ്കർ. ഇന്ത്യയുടെ ദളിത് വിഭാഗങ്ങളുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഏപ്രിൽ 14, അംബേദ്കർ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് ഭാരതരത്നം ലഭിച്ച നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട്. വർണ്ണവിവേചനം അവസാനിപ്പിച്ച നേതാവ് ദക്ഷിണാഫ്രിക്കയിൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രീതിയും ഗാന്ധിയുടെ അഹിംസാ മാർഗങ്ങളിലൂടെ ആയിരുന്നു. വർണ്ണവിവേചനത്തിന്റെ അവസാനം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിയോട് സമാനമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ ആഫ്രിക്കയിലായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകുന്നതിന് മുമ്പ് ഗാന്ധിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അദ്ദേഹത്തിന്റെ സർവോദയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അദ്ദേഹം അവിടെ പരിശോധിച്ച ഈ ടോൾസ്റ്റോയ് ഫാം പോലെയുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. അപ്പൊ നെൽസൺ മണ്ടേല അതൊക്കെ കുറേയൊക്കെ പ്രായോഗികമാക്കിയത്, മുഴുവനല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. 1962 മുതൽ 1990 വരെ ഏകദേശം 27 വർഷം ജയിലിലായിരുന്നു. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം, 1990 ഭാരതരത്നം,
അദ്ദേഹത്തിനൊരു അപരനാമമുണ്ട്, അത് മതീബ എന്നാണ്. മറ്റൊന്നാണ് രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണ്, ഇന്ദിരാഗാന്ധിയുടെ മകനാണ്. സാങ്കേതിക വിദ്യയുടെ പ്രോത്സാഹനത്തിന് സാം പിത്രോഡ അദ്ദേഹത്തിന്റെ കാലത്താണ് ഇന്ത്യയിൽ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയ മാറ്റം വരുന്നത്. അതിന് നേതൃത്വം നൽകിയ ആളാണ് സാം പിത്രോഡ. അദ്ദേഹത്തെ നിയമിക്കുന്ന ആള് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യയിൽ സാങ്കേതിക വിദ്യയുടെ വലിയ മുന്നേറ്റം വരുന്നത്, അതിന് അടിത്തറ ഇടുന്നത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. മറ്റൊന്ന് അദ്ദേഹത്തിന് ഓർക്കേണ്ടത് പഞ്ചായത്ത് രാജ് നിയമമാണ്. പഞ്ചായത്ത് രാജ് ഭരണഘടനാ ഭേദഗതികൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അസം കരാർ, അസം പ്രശ്നത്തിന്റെ പരിഹാരം, ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി സുവർണക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തി ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ. അതേ ഖലിസ്ഥാൻ തീവ്രവാദികൾ അവരെ വധിക്കുന്നു. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടുന്നു. ഇന്ത്യയിൽ നിന്നും സമാധാന സേനയെ ശ്രീലങ്കയിലേക്ക് അയക്കുന്നു. അവിടെയുള്ള ശ്രീലങ്കയിലുള്ള തമിഴ് തീവ്രവാദികളുടെ ഉന്നമാകുന്നു. അങ്ങനെ അദ്ദേഹവും ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് 1991 കൊല്ലപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്. 40ാം വയസ്സിൽ പ്രധാനമന്ത്രിയായി 1991 ഭാരതരത്നം ലഭിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ വഴുകി ഭാരതരത്നം ലഭിച്ച ഒരാളാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഇന്ത്യയുടെ ഏകീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച ആളാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ്. സംസ്ഥാനങ്ങളുടെ ഏകീകരണത്തിനുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വകുപ്പുള്ള മന്ത്രിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ യൂണിയനിലേക്ക് നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഒരാളുടെ പേര് മറക്കണ്ട, വി പി മേനോൻ. അപ്പൊ ഇന്ത്യയുടെ ഏകീകരണം 562 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അതായത് നിങ്ങൾക്കറിയാം, ഇന്ത്യ വിഭജിച്ചാണ് ആര് പോകുന്നത്? ബ്രിട്ടൻ പോകുന്നത്. ബ്രിട്ടൻ മുന്നോട്ട് വെച്ച ഒരാശയം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേരാം, ബാക്കിയുള്ളവർക്ക് ഇന്ത്യയിൽ ചേരാം എന്നുള്ളതല്ല. അവരുടെ കീഴിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളാകാം, ബാക്കിയുള്ളവർക്ക് ഇന്ത്യൻ യൂണിയനിലും ചേരാം. ഇതായിരുന്നു മുന്നോട്ട് വെച്ച കാര്യം. അങ്ങനെയുള്ള 562 നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ സ്വതന്ത്ര രാജ്യങ്ങളായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടാവില്ല. ആ 562 നാട്ടുരാജ്യങ്ങളെ നമ്മുടെ തിരുവിതാംകൂർ സർ ദിവാൻ രാമസ്വാമിയുടെ കീഴിൽ സ്വതന്ത്ര രാജ്യമായി നിൽക്കാൻ തീരുമാനിച്ചു. ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചും കൊണ്ടും, ഒപ്പം അവിടെ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ചേരാൻ വേണ്ടിയിട്ട്, അതും കൂടി ചേർത്തുകൊണ്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ആര്? പ്രധാന പങ്കുമല്ല, അതിന് നേതൃത്വം വഹിച്ച ആളാണ് സർദാർ പട്ടേലും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന, ഹോം ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന വി പി മേനോനും, വാപ്പാലപ്പം കുഞ്ഞി മേനോനും. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന അംഗമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ കർഷക സമരങ്ങളെ നയിച്ചു. ബർദോളി പ്രക്ഷോഭം അതിൽ വളരെ പ്രധാനപ്പെട്ടതാ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് തുടങ്ങിയ അഖിലേന്ത്യാ സേവനങ്ങളുടെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ എന്ന പദവി ബർദോളി പ്രക്ഷോഭത്തിൽ, ബർദോളി സത്യാഗ്രഹത്തിലെ വിജയത്തിന് ശേഷം ജനങ്ങൾ നൽകിയ പദവിയാണ് ബർദോളിയിൽ സർദാർ എന്നുള്ളത്. 1991 ഭാരതരത്ന. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സർദാർ പട്ടേൽ ദേശീയ ഏകതാ പുരസ്കാരം രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഉള്ള വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. 1991 അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് മൊറാർജി ദേശായി, ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രി. അവർക്കും എന്ത് കിട്ടുന്നുണ്ട്? ഭാരതരത്നം കിട്ടുന്നുണ്ട്. ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി, പിന്നീട് ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായിക്കും എന്ത് കിട്ടുന്നുണ്ട്? ഭാരതരത്നം കിട്ടിയിട്ടുണ്ട്. ഈ മൊറാർജി ദേശായിയുടെ പ്രസക്തി, കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. കോൺഗ്രസിൽ നിന്നല്ലാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നത് ആരാണ്? മൊറാർജി ദേശായിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 1975 ഇന്ദിരാഗാന്ധി നടത്തിയ അടിയന്തരാവസ്ഥ, അതിനുശേഷം ചിക്കമംഗളൂർ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ വെച്ച് പരാജയപ്പെടുന്നു. 1977 പൊതുതെരഞ്ഞെടുപ്പിൽ, ചിക്കമംഗളൂർ ഉപതെരഞ്ഞെടുപ്പല്ല, 1977 പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ ഇന്ദിരാഗാന്ധി
കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നു, അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു, പാകിസ്ഥാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ, അഴിമതിക്കെതിരായ ശക്തമായ നിലപാടുകൾ. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച അവസാനത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഗാന്ധിയൻ തത്വങ്ങൾ, ആയുർവേദത്തിന്റെ പ്രചാരകൻ. ഇദ്ദേഹത്തിന് പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതി കിട്ടുന്നുണ്ട്. പാകിസ്ഥാന്റെ പരമോന്നതി ബഹുമതിയായ നിഷാൻ ഇ ഇംതിയാസ് ലഭിച്ച പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായിയാണ്. നിഷാൻ ഇ ഇംതിയാസ് മൊറാർജി ദേശായിയാണ്. 1991 ഭാരതരത്ന ലഭിക്കുന്നു മരണാനന്തരം. അതുപോലെ തന്നെ ഭാരതരത്ന ലഭിച്ച മറ്റൊരു പ്രശസ്തനായ ആളാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഓർത്തിരിക്കണം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു 23-ൽ 40-46 കാലഘട്ടത്തിലും. UGC സ്ഥാപിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, ഖരഗ്പൂർ IIT പ്രശസ്തമായത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് പരിഷ്കരണത്തിന് തുടക്കമിടുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. സംഗീത നാടക അക്കാദമിയും സാഹിത്യ അക്കാദമിയും ലളിതകലാ അക്കാദമിയും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അബ്ദുൽ കലാം ആസാദിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എഴുത്തുകാരനാണ്. അൽ ഹിലാലും അൽ ബിലാഗും അദ്ദേഹത്തിന്റെ പത്രങ്ങളാണ്. അന്ന് പ്രസിദ്ധീകരണങ്ങളുടെ സ്ഥാപകനാണ്. അൽ ഹിലാൽ, അൽ ബലാഗ്. അൽ ഹിലാൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനത്തിലാണ്. അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം. 2018 മാനവ മന്ത്രാലയമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഇദ്ദേഹം ജനിച്ചത് മക്കയിൽ. അത് ചോദിച്ചിട്ടുണ്ടേ. ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള മക്കയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. അത് ഓർത്തു വെക്കണം. മത സൗഹാർദ്ദത്തിന്റെ വക്താവായിരുന്നു. ഗാന്ധിജിയോട് ഉറ്റ ബന്ധമായിരുന്നു. 1992 ഭാരതരത്നം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അടുത്തതാണ് മറ്റൊരു പ്രധാന നേതാവാണ് JRD ടാറ്റ. ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവാണ്. 50 വർഷത്തിലേറെ കാലം ടാറ്റ സൺസിന്റെ ചെയർമാനായിരുന്നു. ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് എയർ ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? JRD ടാറ്റയാണ്. ചോദിച്ചിട്ടുണ്ട്. 1932 ടാറ്റ ഗ്രൂപ്പിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പായി വളർത്തി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നിവ സ്ഥാപിച്ചത് JRD ടാറ്റയാണ്. 1932 എയർ ഇന്ത്യ സ്ഥാപിക്കൽ മാത്രമല്ല, 1929 ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമയാന ലൈസൻസ് നേടിയതും ഇദ്ദേഹമാണ്. ആ 29 തിരിച്ചിട്ടാൽ 1992 അദ്ദേഹത്തിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ചു. 1929 ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമയാന പൈലറ്റ് വ്യോമയാന ലൈസൻസ്, 1932 എയർ ഇന്ത്യ, ആ 29 തിരിച്ചിട്ടാൽ 1992. ഇന്ത്യൻ വ്യവസായത്തിന്റെയും വ്യോമയാനത്തിന്റെയും വികസനത്തിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. ടാറ്റ ഗ്രൂപ്പിനെ അറിയാലോ, ഇന്ത്യയിലെ ഒരു വലിയ വ്യവസായ ഗ്രൂപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് സത്യജിത് റേ. ലോക പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, സംഗീത സംവിധായകനാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട 3 സിനിമകൾ ഓർത്തു വെക്കണം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അബുത്രയം, പതേർ പാഞ്ചാലി, അപരാജിതോ, അബുർ സംസാർ. ഇതാണ് അബുത്രയം. ലോക സിനിമയിലെ ക്ലാസിക്കുകളാണിവ. ഏതൊക്കെയാ? പതേർ പാഞ്ചാലി, അപരാജിതോ, അബുർ സംസാർ. സത്യജിത് റേ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ലോകപ്രശസ്ത സംവിധായകൻ. ആ അബുത്രയം പലപ്പോഴും ചോദിക്കാറുണ്ട്. പതേർ പാഞ്ചാലി, അപരാജിതോ, അബുർ സംസാർ. ജൽസാഗർ, ദേവി, ചാരുലത ഇതൊക്കെ സാമൂഹ്യ പ്രശസ്തിയുള്ള ചിത്രങ്ങളാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രം കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. അഗന്ത. അന്തം, അവസാനം എന്നുള്ള അർത്ഥത്തിൽ അഗന്ത, അന്ത്യം, അഗന്ത. അഗന്ത എന്നുള്ളൊരു അർത്ഥം അതല്ല കേട്ടോ, ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഓർക്കേണ്ടത് അബുത്രയം, പതേർ പാഞ്ചാലി, അപരാജിതോ. ഇദ്ദേഹം വിശ്വഭാരതി സർവകലാശാലയിൽ പഠിച്ചിട്ടുണ്ട്. അത് ഓർത്തു വെക്കണം. 32 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 32 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ. 1984 ഓണററി ഓസ്കാർ, 1992 ഭാരതരത്നം. ഫെലുദ എന്ന കുട്ടികളുടെ ഡിറ്റക്റ്റീവ് കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്. അടുത്ത കാലത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറയാതെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഇനിയും ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ PSCക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്?
APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനാര്? APJ അബ്ദുൽ കലാം. മിസൈൽ ബഹിരാകാശ പദ്ധതികൾ, ഇന്ത്യയുടെ മിസൈൽ ബഹിരാകാശ പദ്ധതികളുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1974 ഒന്നാം പൊക്രാൻ, അത് കഴിഞ്ഞ് 1998 രണ്ടാം പൊക്രാൻ അണുപരീക്ഷണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. വലിയ പ്രഭാഷകനായിരുന്നു. ഒരു പ്രഭാഷണം നടത്തിയിരിക്കുമ്പോഴാണ് കുഴഞ്ഞു വീട് മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ഓർത്തു വെക്കണം. വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നതും ഇദ്ദേഹമാണ്. ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടറായിരുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാനായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വരുമ്പോൾ വരാം. DRDOയുടെ ഡയറക്ടറായിരുന്നു. ISROയുടെ ചെയർമാനായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യക്ക് എന്തൊരു സന്തോഷമാവുമല്ലേ അദ്ദേഹം രാഷ്ട്രപതിയായിരുന്ന കാലത്ത്. ലോകത്തിന്റെ മുന്നിൽ തന്നെ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റാവുന്ന ഒരാൾ. ഇന്ത്യയുടെ ഒട്ടുമിക്ക രാഷ്ട്രപതിമാരും അങ്ങനെ തന്നെയായിരുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം. ഇത് മൂന്നും ഒന്നിച്ചു കിട്ടിയ രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം. 2015 ഷില്ലോങ്ങിൽ ഒരു പ്രഭാഷണത്തിനിടെ അന്തരിക്കുന്നു. ഭാരതരത്നം ലഭിച്ച മറ്റൊരാളാണ് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക പല തവണ ചോദിച്ചതാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ നമുക്കറിയാം ഏത് മൈതാനത്താണ് നടക്കുന്നത്? GT മൈതാനം, ഗോവാലിയ ടാങ്ക് മൈതാനത്ത്. ഇപ്പോൾ അത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം, ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നതും ക്വിറ്റ് ഇന്ത്യയാണ്. ആ മൈതാനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ചരിത്രത്തിൽ ഇടം നേടി. അങ്ങനെയാണ് അവർ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. ദേശീയ മഹിളാ ഫെഡറേഷന്റെ സ്ഥാപകയാണ്. ലിങ്ക് മാസികയുടെയും പാട്രിക് ദിനപത്രത്തിന്റെയും എഡിറ്ററാണ്. മരണാനന്തരം 1997 ഭാരതരത്നം കിട്ടുന്നുണ്ട്. ലെനിൻ സമാധാന സമ്മാനം 1964 കിട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാരതരത്നം ലഭിച്ച ആളാണ് ഗുൽസാരിലാൽ നന്ദ. കുറച്ചെണ്ണം കൂടിയേ ഉള്ളൂ, ഒന്ന് ക്ഷമിച്ചിരിക്കുക. ബോറടിക്കുന്നുണ്ടാ? നമ്മൾ തീർന്നോട്ടെ വെച്ചിട്ടാണ്. ഇന്ത്യയുടെ താൽക്കാലിക പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദയാണ്. 1964 66 13 ദിവസത്തേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. 13 ദിവസത്തേക്ക് ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. BMS, ഭാരതൂർ മസ്ദൂർ സംഘ്, BMSന്റെ സ്ഥാപക നേതാവാണ്. അപ്പോ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി നിരവധി നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. കാരണം ആസൂത്രണ കമ്മീഷൻ ഇപ്പം നിലവിലില്ല, അതിന് പകരം നീതി ആയോഗാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാവാനായിരുന്നു. ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. ഇപ്പൊ ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ സ്ഥാപക നേതാവ് കൂടിയാണ് എന്നോർക്കുക. മറ്റൊരാളാണ് MS സുബലക്ഷ്മി, ഗായികയാണ്. കർണാടക സംഗീതത്തിലെ അതുല്യ പ്രതിഭയാണ്. ഭക്തിഗാനങ്ങളിലൂടെ ആലാപനത്തിലൂടെ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആളാണ്. അവർക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 74 മക്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 1998 ഭാരതരത്നം കിട്ടിയിട്ടുണ്ട്. വിശദമായി പഠിക്കേണ്ട ഒരാളാണ് ജയപ്രകാശ് നാരായൺ. എന്തെല്ലാം ചോദ്യങ്ങൾ ജയപ്രകാശ് നാരായണനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്? ലോക് നായക് എന്നറിയപ്പെടുന്നത് ആര്? ജയപ്രകാശ് നാരായണാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, സോഷ്യലിസ്റ്റ് നേതാവാണ്. ലോക് നായക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നേതാവാണ്. സമ്പൂർണ്ണ വിപ്ലവം 1970കളിൽ ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു. 1977 ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയിൽ പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ചു. വിനോബാവയുടെ ഭൂദാൻ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ സജീവമായിരുന്നു. ഓക്കെ, ഇദ്ദേഹത്തിനും രാമൻ മാഗ്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 65 1999 ഭാരതരത്നവും ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് അമർത്യ സെൻ. അദ്ദേഹത്തിനും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ക്ഷാമം, ദാരിദ്ര്യം, അസമത്വം, സാമൂഹിക ക്ഷേമം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാന സംഭാവനകൾ നൽകി. ഓർത്തുവെക്കണേ, PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന മേഖലകൾ ഏതെല്ലാമായിരുന്നു? ക്ഷാമം, ദാരിദ്ര്യം, അസമത്വം, സാമൂഹിക ക്ഷേമം. കണക്റ്റഡ് ആണ്.
ക്ഷാമം, ദാരിദ്ര്യം, അസമത്വം, സാമൂഹിക ക്ഷേമം. തത്വചിന്തകനാണ്. എവിടെയൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, വികസനം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് എവിടെയാണ് ഇദ്ദേഹത്തിന്റെ തത്വചിന്ത? നീതിയിൽ, സ്വാതന്ത്ര്യത്തിൽ, വികസനത്തിൽ. ഹാർവാർഡ് സർവകലാശാലയിലെ തോമസ് ഡബ്ല്യു ലാമോണ്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. പ്രധാന സംഭാവനകൾ ഏതൊക്കെയാണ്? ക്ഷാമത്തിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും സംബന്ധിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. മനുഷ്യ വികസന സൂചിക എന്ന ആശയം അവതരിപ്പിച്ചു. ഇത് വളരെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന ആശയം അവതരിപ്പിക്കുന്നത് പ്രധാന പങ്ക് വഹിച്ച ആളാണ് ആര്? അമർത്യ സെൻ. സാമൂഹിക തിരഞ്ഞെടുപ്പ് സിദ്ധാന്തം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർക്കണം. സോഷ്യൽ ചോയ്സ് തിയറി, സാമൂഹിക തെരഞ്ഞെടുപ്പ് സിദ്ധാന്തം, വ്യക്തികളും സമൂഹങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള സാമൂഹിക തിരഞ്ഞെടുപ്പ് സിദ്ധാന്തം. നീതിയുടെ ആശയം, ദ ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ്. സമഗ്രമായ വിശകലനം നടത്തി. ഇദ്ദേഹം ശാന്തി നികേതനിലാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന് പേരിടുന്നത് ആരാണ്? ഇദ്ദേഹത്തിന് പേരിടുന്ന ആള് രവീന്ദ്രനാഥ ടാഗോറാണ്. അമർത്യ സെൻ എന്ന് പേരിടുന്നത് ഓർത്തു വെക്കണം. 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം, 1999 ഭാരതരത്നം. 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനാണ്, ആദ്യ ഏഷ്യക്കാരനാണ് അമർത്യ സെൻ. 1999 ഭാരതരത്നം. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ ബുക്കാണ്. പവർട്ടി ആൻഡ് ഫെമൈൻസ് പലതവണ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ, ദ ഐഡിയ ഓഫ് ജസ്റ്റിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബുക്കാണ്. കളക്റ്റീവ് ചോയ്സസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഇനി അടുത്തിടെ നോബൽ ഭാരതരത്നം കിട്ടിയ ചില പ്രമുഖരെ കുറിച്ച് ഒന്ന് ഓർത്തുവെക്കുക. ലതാ മങ്കേഷ്കർ പിന്നണി ഗായികയാണ്. ബിസ്മില്ല ഖാൻ, ഷഹനായി. ബിസ്മില്ല ഖാൻ ഏതിൽ പ്രശസ്തനാണ്? ഷഹനായി. ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇത് ഭാരതരത്നം ലഭിച്ച ആളുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. കേരളത്തിന് പുറത്ത് ഭീംസൻ ജോഷി, ഇന്ത്യയിൽ നിന്നുള്ള ഗായകനാണ്, കർണാടകയിൽ നിന്ന്. സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ കായിക രംഗത്ത് നിന്ന് ഏറ്റവും ആദ്യവും കിട്ടുന്ന ഭാരതരത്നം ലഭിക്കുന്ന ആളാണ്. ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ്. മറ്റൊന്നാണ് അടൽ ബിഹാരി വാജ്പേയി, ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ, കവി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനും ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 13ാമത് രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്നവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്, കുറച്ച് നീണ്ടു എന്നറിയാം. കുറേ തവണ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കൃത്യമായി നോട്ട് എടുക്കുക. ഇതിൻ്റെയൊക്കെ നോട്ട് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ന് കിട്ടും. ഒരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ന് വരെ എടുത്ത ക്ലാസ്സിൻ്റെയൊക്കെ നോട്ട് കിട്ടും. ഇതിൽ നിന്നൊരു എക്സാമും അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഘട്ടങ്ങളായിട്ട് എക്സാമുകളും ലഭിക്കും. അതിനുവേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലോ പങ്കെടുക്കുക. ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയ്ക്കനുസരിച്ച് ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.